2024-25 വിശ്വാസ പരിശീലന വർഷത്തെ ആപ്തവാക്യം പ്രാർത്ഥനയിൽ വളരാം എന്നതാണ്. ഈ വർഷത്തെ ലോഗോയും നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. ഈ ലോഗോയിലെ പ്രതീകങ്ങൾ എന്തിനെല്ലാം സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് പരിചയപ്പെടാം. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ദൈവം മനുഷ്യരോട് സംസാരിക്കുന്നു. വിശ്വസിക്കുന്ന ഏതൊരാൾക്കും ദൈവവചനം പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാണ്. വിരിച്ചു പിടിച്ച കൈകൾ. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിലൂടെ എൻ്റെ കൈകൾ മറ്റുള്ളവർക്ക് വേണ്ടി നിരന്തരം ഉയർന്നു നിൽക്കുമ്പോഴാണ് എനിക്ക് ദൈവത്തെയും സഹോദരങ്ങളെയും സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. ഗോതമ്പ് കതിരുകളും മുന്തിരിയും തിരുശരീരവും തിരുരക്തവും. ഇവ നാലും പ്രാർത്ഥനകളിലെ ഏറ്റവും വലിയ പ്രാർത്ഥനയായ വിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുന്നു. ജീവിതത്തിലെ സന്തോഷ സന്താപങ്ങളാകുന്ന ഗോതമ്പ് കതിരുകളും മുന്തിരിയും വിശ്വാസത്തോടെ ഈശോയുടെ കുരിശിലെ ബലിയോട് അനുദിനം ചേർത്ത് വെക്കുമ്പോൾ തിരുശരീരവും തിരുരക്തവുമായി മാറുന്നു. 4 ആൾരൂപങ്ങൾ. പരസ്പരം ചേർന്ന് നിൽക്കുന്ന വ്യത്യസ്ത നിറത്തിലുള്ള ആളുകൾ ലോകത്തിലെ 4 ദിക്കിലുമുള്ള മനുഷ്യവംശത്തിന്റെ ഐക്യത്തെയും സാഹോദര്യത്തെയും സൂചിപ്പിക്കുന്നു. വിശുദ്ധ കുരിശ്. മുന്നിൽ നിൽക്കുന്ന ആൾരൂപം കുരിശിനെ ആശ്ലേഷിക്കുന്നത് വിശ്വാസത്തെ മാത്രമല്ല, പ്രത്യാശയെയും ചൂണ്ടിക്കാട്ടുന്നു. ആൾരൂപങ്ങളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന കുരിശ് മനുഷ്യകുലത്തിന്റെ സംരക്ഷണം ഓർമ്മപ്പെടുത്തുന്നു. തിരമാലകൾ. ആൾരൂപങ്ങളുടെ താഴെയുള്ള തിരമാലകൾ മനുഷ്യവംശത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളെ സൂചിപ്പിക്കുന്നു. നങ്കൂരം. വിശുദ്ധ കുരിശിനോട് ചേർന്ന് താഴെ കാണുന്ന നങ്കൂരം പ്രതികൂല സാഹചര്യങ്ങളാകുന്ന തിരമാലകളിൽ മനുഷ്യ ജീവിതത്തെ ഉറപ്പിച്ചു നിർത്തുന്ന ദൈവത്തിലുള്ള പ്രത്യാശയുടെ അടയാളമാകുന്നു. പ്രകാശരശ്മികൾ. പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന ജീവന്റെ സമൃദ്ധിയാണിത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ജ്വലിക്കുന്നവരായി മാറുവാൻ പ്രാർത്ഥന നമ്മെ സഹായിക്കുമെന്ന സന്ദേശവും നൽകുന്നു.